ഹായ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് നമ്മളുടെ ബികോം കഴിഞ്ഞ സ്റ്റുഡൻസിന് 2024 അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള കരിയർ ഓപ്ഷൻസ് അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. ബികോം കഴിയുന്ന എല്ലാ സ്റ്റുഡൻസും അവർ പഴയതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള കരിയർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചില പ്രൊഫഷണൽ കോഴ്സുകൾ അവർ പഠിക്കാൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പലർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഏത് ഡയറക്ഷനിലേക്ക് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡൗട്ട് ഒട്ടുമിക്ക എല്ലാ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ അവരുടെ പേരൻസും ഫേസ് ചെയ്യാറുണ്ട്. അപ്പം ഈ വീഡിയോയിൽ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടി അവർ ബികോം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് അവരുടെ ഫർദറായിട്ടുള്ള പ്രൊഫഷണൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ കരിയർ, അത് ജോലിയെങ്കിൽ ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു ബ്രീഫായിട്ടുള്ളൊരു വിവരണമാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുക, ദയവ് ചെയ്ത് വീഡിയോ കണ്ടിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. ഇനിയും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. +2 കൊമേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസിന് ബികോം തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ബികോമിൻ്റെ പ്രാധാന്യം ഇന്നത്തെ നമ്മളുടെ ലോകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വമ്പൻ സാധ്യതകൾക്കനുസരിച്ച് ബികോം സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ബികോം പ്രൊഫഷണൽസിനുള്ള സാധ്യതകളും വളരെയധികം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം നമുക്കിന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഒരു ബികോം ഡിഗ്രി കൊണ്ട് മാത്രം ഒരു നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് ബികോമിന് ശേഷം കൃത്യമായ ഒരു കരിയർ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി കൈവശപ്പെടുത്തി നല്ലൊരു കരിയറിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളത് ഏതൊരു സ്റ്റുഡൻറ്റിനും ഉണ്ടായിരിക്കേണ്ട ഒരു ആസ്പിറേഷൻ ആണ്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു കരിയർ ഇന്നത്തെ നമ്മളുടെ ജോബ് മാർക്കറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ബികോം കഴിഞ്ഞിട്ടുള്ള കരിയർ ഓപ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു 16-17 കരിയർ ഓപ്ഷൻസ് ഉണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് ജനറലായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത്. ഇനി മറ്റ് വീഡിയോയിൽ ഓരോ കോഴ്സിനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ അല്ലെങ്കിൽ ഓരോ കോഴ്സിനെ ഇൻഡിവിജ്വലായിട്ട് ഞാൻ സ്പെസിഫൈ ചെയ്ത് വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടൊരു 17 കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ലിസ്റ്റാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഏതൊക്കെ കോഴ്സുകൾ സ്റ്റുഡൻസിന് തിരഞ്ഞെടുക്കാമെന്നുള്ളത്. ഈ കോഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു PDF ലിങ്ക് ഞാൻ ഇടാം. അത് റെഫർ ചെയ്യേണ്ടവർക്ക് അത് റെഫർ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം MBA എന്ന് പറയുന്ന കോഴ്സാണ്. ബികോം കഴിഞ്ഞിട്ട് ബികോമിന് നല്ല മാർക്ക് മേടിക്കുന്ന സ്റ്റുഡൻസ്, ഇന്ന് എല്ലാ സ്റ്റുഡൻസിനും നല്ല മാർക്ക് മേടിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ആ മാർക്ക് അവർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ MBA എന്ന് പറയുന്ന കോഴ്സ് അവർക്ക് പല യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ പല മാനേജ്മെൻറ്റ് കോളേജിൽ അവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിയാണ്, CA. അത് വളരെ വാല്യുബിളാണ്. പിന്നെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിലും CA സ്റ്റുഡൻസിന് അല്ലെങ്കിൽ CA കഴിഞ്ഞ ഗ്രാജുവേറ്റ്സിന് വളരെയധികം സ്കോപ്പുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് കമ്പനി സെക്രട്ടറിയാണ്. കമ്പനി സെക്രട്ടറി എന്ന് പറയുമ്പോൾ കൂടുതലും ഇന്ത്യയിൽ മാത്രമേ അതിൻ്റെ കരിയർ ഒബ്ജക്റ്റീവ്സ് ലിമിറ്റ് ചെയ്തിട്ടുള്ളൂ. മറ്റ് രാജ്യങ്ങളിലെ നമ്മുടെ ഇന്ത്യൻ കമ്പനി സെക്രട്ടറീസ് കോഴ്സ് പഠിച്ചിട്ട് മറ്റ് രാജ്യങ്ങളിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഇന്ത്യയിൽ അതിൻ്റെ വില വളരെ കൂടുതലാണ്. കാരണം എല്ലാ കമ്പനികളിലും, പബ്ലിക് ലിമിറ്റഡ് കമ്പനികളിലും, എസ്പെഷ്യലി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാ കമ്പനികളിലും കമ്പനി സെക്രട്ടറീസിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കൂടുതലാണ്. അവർക്ക് കിട്ടാവുന്ന ശമ്പളത്തിൻ്റെ അളവും വളരെ കൂടുതലാണ്. പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് കൊമേഴ്സ് ആണ്. അതായത് നമ്മുടെ നോർമൽ ബികോം കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് MCOM എന്ന് പറയുന്നത്, അതും സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നുള്ളത് ചാർട്ടേഡ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, പിന്നെ ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ ഉണ്ട്, സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ഉണ്ട്. അത് ഫോറിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സാണത്. പിന്നെ US സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടിങ് ഉണ്ട്, CPA എന്ന് പറയും. അതായത് നമ്മുടെ ഇവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് തുല്യമായിട്ട് അമേരിക്കൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിനാണ് CPA എന്ന് പറയുന്നത്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻ്റ് എന്ന് പറയും. പിന്നെ ഫൈനാൻഷ്യൽ റിസ്ക് മാനേജറുണ്ട്.
അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് ഉണ്ട്, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ. പിന്നെ ഒരു പ്രധാനപ്പെട്ടത് ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷനാണ് BEd. BCom നല്ല മാർക്ക് മേടിച്ച സ്റ്റുഡൻസിനെ BEd പഠിപ്പിക്കാൻ പിന്നെ സ്കില്ലുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കാൻ സ്മാർട്ട്നെസ് ഉള്ള സ്റ്റുഡൻസിന് BEd ചൂസ് ചെയ്യാവുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഗവൺമെൻറ് എക്സാംസ്, അതായത് ഗവൺമെൻറ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് വിവിധ തസ്തികകളിലേക്ക് അവർക്ക് ജോബ് ചൂസ് ചെയ്യാൻ ഗവൺമെൻറ് എക്സാമിനേഷൻസ് അവർക്ക് ചൂസ് ചെയ്യാം. അത് അതിനുള്ള ടെസ്റ്റുകൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അവർക്ക് ടെസ്റ്റുകൾ എഴുതി ജോലി കിട്ടാനുള്ള സാധ്യത അവർക്ക് തേടാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികളിൽ വെൽത്ത് മാനേജ്മെൻറ്റ്. അപ്പം ഇങ്ങനെ ഒരു 16-17 മെയിനായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഏരിയകൾ, വേറെയും പല ഏരിയകളുണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട MBA, ചാർട്ടേഡ് അക്കൗണ്ടൻസി, പിന്നെ കമ്പനി സെക്രട്ടറി, ഓർമ്മ അത് വിട്ടുപോയി, കോസ്റ്റ് അക്കൗണ്ടിങ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് ICWAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അത് കോസ്റ്റ് അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടാൻ വേണ്ടി ഉള്ളൊരു കോഴ്സാണ്. അപ്പോൾ പ്രധാനമായിട്ടും ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറീസ്, കോസ്റ്റ് അക്കൗണ്ടിങ്, പിന്നെ MBA, പിന്നെ മാസ്റ്റർ ഓഫ് കൊമേഴ്സ്, MCom, BEd, പിന്നെ CPA, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, ഇതുപോലുള്ള കോഴ്സുകൾ പിന്നെ BCom കഴിഞ്ഞ സ്റ്റുഡൻസിന് അവരുടെ സ്കിൽ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം അനുസരിച്ച്, ഡ്രീം അനുസരിച്ച് അവർക്ക് കോഴ്സുകളെല്ലാം അവർക്ക് ചെയ്തിട്ട് ഒരു നല്ലൊരു കരിയർ അവർക്ക് ഇക്കണോമിക് ബിസിനസ് വേൾഡിൽ ചൂസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും ഈ ഓരോ കോഴ്സിനെ കുറിച്ച്, MBA-യെക്കുറിച്ച് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിയെക്കുറിച്ച്, അതുപോലെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറീസ്, ഈ ഓരോ കോഴ്സിനെ കുറിച്ചും സ്പെസിഫിക് ആയിട്ട്, എസ്പെഷ്യലി അതിൻ്റെ പ്രധാനപ്പെട്ടതല്ല MBA, CA, CS, കമ്പനി സെക്രട്ടറീസ്, പിന്നെ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ്, ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള കോഴ്സിനെ കുറിച്ച് ഇൻഡിവിജ്വലായിട്ട് ഇനി ഓരോ വീഡിയോകൾ ചെയ്തിട്ട് അതിനകത്തിൽ കൂടുതൽ ഈ ഓരോ കോഴ്സിനെ കുറിച്ചും കൂടുതൽ പിന്നെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആ വീഡിയോയിൽ നൽകാം. ഇപ്പം ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങൾ വീഡിയോ കാണുന്നതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ പിന്നെ ഇതുപോലുള്ള നല്ല കണ്ടൻസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ, എന്നെ എൻകറേജ് ചെയ്യുവാൻ നിങ്ങളുടെ സപ്പോർട്ടും ഹെൽപ്പും വളരെ അത്യാവശ്യമാണ്. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ബട്ടൺ അമർത്തി നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തി എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന മേഖലകളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിൽ നന്ദി, നമസ്കാരം.